നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഏവർക്കും. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ബഡ്സ് ആക്ടിന്റെ അപ്പീൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ തുടർവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചിൽ ഐറ്റം നമ്പർ 152 ആയിട്ടാണ് കോർട്ട് നമ്പർ 1D കേസുകൾ പരിഗണിച്ചത്. ഇന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ന്യൂട്ടൺസ് ലോയിലെ സീനിയർ അഡ്വക്കേറ്റ് മനോജ് ജോസഫ്, അതുപോലെ രാജേഷ് കുമാർ, പിന്നെ അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇംപ്ലീഡ് ചെയ്യാൻ വേണ്ടി വന്ന കക്ഷികളുടെ അഡ്വക്കേറ്റ്സ്, അതുപോലെ ബാങ്കുകളുടെ അഡ്വക്കേറ്റ്സ് എല്ലാവരും പ്രസന്റ് ആയിരുന്നു. ഇനിയിപ്പോ കേസ് അപ്ഡേറ്റിലേക്ക് വരാം. ഇന്നത്തെ കേസിൽ വലിയ ഒരു വഴിത്തിരിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കേസ് വിളിച്ചപ്പോൾ തന്നെ ബാങ്കുകളുടെ സൈഡിൽ നിന്നുള്ള എമൗണ്ടുകളെല്ലാം SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നു. എക്സെപ്റ്റ് എനിക്ക് തോന്നുന്നു ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ജസ്റ്റിസ് ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചിൽ ആദ്യം തന്നെ അത് അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ് മനോജ് ജോർജ് അവിടെ ഇപ്പം കോമ്പറ്റന്റ് അതോറിറ്റി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസിന്റെയും അതിന്റെയൊക്കെ ഡീറ്റെയിൽസ്, മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെയും അതുപോലെ അറ്റാച്ച്ഡ് ഫണ്ട്സിന്റെയും ഡീറ്റെയിൽസ് അഫിഡവിറ്റ് ആയിട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അഫിഡവിറ്റ് വേണ്ട, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സമർപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അവിടെ ജസ്റ്റിസ് ബദറുദ്ദീൻ സാർ അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോയപ്പോൾ തന്നെ ബദറുദ്ദീൻ സാറ് ക്ലിയർ ആയിട്ട് അവിടെ രേഖപ്പെടുത്തി, നെക്സ്റ്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ March 24 ഇരു കക്ഷികളും ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സിനോടും അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതുപോലെ ഇംപ്ലീഡ് ചെയ്യാൻ വേണ്ടി വന്ന അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ഇതിന്റെ മെറിറ്റ്സിലേക്ക് കടക്കുകയാണ്, മെറിറ്റ്സ് വാദത്തിലേക്ക് കടക്കുകയാണ്. സോ കം പ്രിപ്പയർഡ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇന്നിപ്പോ കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഡയറക്ഷൻ. അതുപോലെ തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ സാറ് കോർട്ടിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞു. കാരണം ഇത് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. സോ 24 വിശദമായിട്ടുള്ള വാദവും ഇരുഭാഗങ്ങളുടെയും വാദം കേൾക്കണം. ഹോപ്പ്ഫുള്ളി മാർച്ചിൽ തന്നെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഈ കേസ് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയനിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ സാറ് ഇന്നിപ്പോ കോർട്ട് സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ March 24 എനിക്ക് തോന്നുന്നു ഒരു വിശദമായിട്ടുള്ള വാദങ്ങളിലേക്ക് കടക്കുകയാണ്. സോ ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് എല്ലാവരും, നാം ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു മൂമെന്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോ അന്ന് കേസിന്റെ മെറിറ്റ്സ് വാദങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ബേസ്ഡ് അപ്പോൺ ദ മെറിറ്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാമെന്നുള്ള ഒരു ഡയറക്ഷനിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ സാറ് ഇന്നിപ്പോൾ കോർട്ടിൽ ഒപ്പീനിയൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതാണ് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടന്നത്. ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എപ്പോഴും പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പ്രേയേഴ്സ്, എല്ലാവരുടെയും പ്രാർത്ഥനകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ആക്ച്വലി ഇപ്പോൾ കേസ് പ്രൊസീഡിങ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ 24-ാം തീയതി നല്ലൊരു വാദം തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്. സോ നല്ലൊരു വാർത്ത തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നടത്തുന്നു. സോ സത്യമേവ ജയതേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.